നീ എന്നെ അന്വേഷിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു തോന്നല്. ഞാൻ എന്നെ കാണാനാണ് രാവിലെ എന്നും അവളെ കൊണ്ടാക്കാൻ തന്നെ വരുന്നത്. അവളെ കൊണ്ടാക്കാൻ അച്ഛൻ റെഡിയാണ്. പക്ഷെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൊണ്ടാക്കാനായിട്ടുള്ള ഉദ്യമം ഏറ്റെടുത്തത് തന്നെ. ഇത് കേട്ടത് അവൾക്ക് എന്തോ എന്തെന്നില്ലാത്ത ഒരു മാനസിക സന്തോഷം ഉണ്ടായി. അപ്പോൾ തന്നെ പ്രതീക്ഷിക്കാനും തന്നെ കാണാനും ഒക്കെ സെപ്പറേറ്റ് സ്പെഷ്യലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. അങ്ങനെ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. എന്തു പറ്റി എന്ന് ചോദിച്ചു അവൻ. ഒന്നുമില്ല, മറുപടി കേട്ടപ്പോഴത്തേക്ക് എന്തോ പോലെ എന്ന് അവൾ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം, അവൻ ചോദിച്ചു. എന്താണ്? അല്ലെങ്കിൽ വേണ്ട, പിന്നെ ചോദിക്കാം. ഇപ്പൊ ചോദിച്ചാൽ ശരിയാക്കില്ല. നാളെ നീ ട്യൂഷൻ സെന്ററിലേക്ക് വരുമോ? ഓ തീർച്ചയായിട്ടും. നിതിൻ ചേട്ടൻ വരില്ലേ? ആ ഞാൻ വരും. പിന്നെ വരാതിരിക്കണമെങ്കിൽ വരാതിരിക്കാം, അവൻ പറഞ്ഞു. വരാതിരിക്കണ്ട, വരണം. ഇന്ന് കാണാത്തത് കൊണ്ട് എന്തോ പോലെയായിരുന്നു, അവൾ പറഞ്ഞു. ഓ ശരിയെങ്കിൽ നാളെ വരാം, അവൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചു. അതിനുശേഷം അവളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ മെസ്സേജ് അയച്ച് അവർ രാവിലെ എടുത്ത റീൽസൊക്കെ അവൾക്ക് അയച്ചു കൊടുത്തു. എല്ലാം കണ്ടു, കൊള്ളാം, ഫോട്ടോസൊക്കെ അടിപൊളി. ആ ഫോട്ടോസും റീൽസും എല്ലാം അവൾ നിതിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. ഇത് കണ്ടെന്ന് നോക്കി, കൊള്ളാമോന്ന്. അവൻ അപ്പോൾ തന്നെ അത് ഓണാക്കി. ആ എല്ലാം ഒന്നിനൊന്നും മെച്ചം, നിനക്ക് റീൽസിനൊക്കെ ഉള്ളൊരു കഴിവുണ്ടല്ലേ, അവൻ പറഞ്ഞു. അപ്പോൾ അവൾ സ്റ്റിക്കർ അയച്ചു, സന്തോഷത്തിൻ്റെ. അവൻ ഓക്കെ ശരിയെങ്കിൽ നീ കിടന്നോ, നാളെ കാണാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. പക്ഷെ അവൾക്ക് ഉറക്കം വന്നില്ല. എന്തൊക്കെയോ ചിന്തകൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. എന്താണെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പല പല ചിന്തകളായിരുന്നു മനസ്സിൽ. പിന്നെ ഏറ്റവും മെയിനായിട്ടുണ്ടായിരുന്നത്, ഈ തമാശയൊക്കെ സീരിയസ് ആവോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ മുഴുവൻ സീരിയസ് ആണോ, എൻ്റെ വീട്ടുകാരറിയുമ്പോൾ എന്തായിരിക്കും. കാരണം അമ്മയ്ക്കും അച്ഛനും ഞാൻ ഒറ്റ മോളാണ്, വേറെ ആരുമില്ല, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പഠിച്ചൊരു ജോലി മേടിച്ചിട്ട് എനിക്ക് അമ്മയും അച്ഛനും നന്നായി നോക്കണം. ഇതാണ് എൻ്റെ ജീവിതത്തിലെ എപ്പോഴത്തെയും ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്നൊക്കെ ഞാൻ വ്യതിചലിച്ച് പോകുന്നുണ്ടോ, എൻ്റെ തോന്നലുകളൊക്കെ മാറുന്നുണ്ടോ, എൻ്റെ മനസ്സിലെ ആ ലക്ഷ്യം വഴി മാറുമോ എന്നൊക്കെ അവളിങ്ങനെ ചിന്തിച്ചു. എനിക്ക് എല്ലാത്തിനും വലുത് എൻ്റെ അമ്മയും അച്ഛനുമാണ് ഈ ലോകത്ത്. അവർ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെ എന്തും. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ അപ്പുറം വേറെ ആരൊക്കെയോ മനസ്സിൽ കയറി വരുന്നു. മനസ്സിൻ്റെ കവാടം തള്ളി തുറക്കുന്നു. അവളിങ്ങനെ ആലോചിച്ച്, ദൈവമേ അങ്ങനെയൊന്നും ഉണ്ടാവരുത്, എനിക്ക് എൻ്റെ അമ്മയും അച്ഛനുമാണ് ഏറ്റവും വലുത്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നങ്ങളും എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ്. പഠിച്ച് ജോലി നേടണം, എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെ നന്നായി നോക്കണം, അവൾ വീണ്ടും മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനകത്തൊന്നും എൻ്റെ മനസ്സിലേക്ക് വരരുതേ, അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്കെന്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ വരാനെന്ന് അവൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. നീ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ കാണുമോ? കാണുമായിരിക്കാം. നീതുവിനോട് എന്തെങ്കിലും ഇതേപ്പറ്റി ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ തന്നെ ചേട്ടനാണല്ലോ, പിന്നെ എങ്ങനെ ചോദിക്കും? അവൾ എന്നെക്കുറിച്ച് എന്ത് കരുതും? പക്ഷേ നീതുവിൻ്റെ മനസ്സിൽ ഇവളെ ഒരുപാട് ഇഷ്ടമാണ് നീതുവിന്. പ്രത്യേകിച്ച് ചേട്ടൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് ഇതിൽ പരം സന്തോഷം വേറെയില്ല. പക്ഷേ നീതുവിന് അത് ഇവളോട് പറയാനും വയ്യ, ഇവൾക്കത് നീതുവിനോടും പറയാൻ വയ്യ. അത് കാരണം രണ്ടുപേരും ഇത് പരസ്പരം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ നിതിനോട് അവൾക്ക് സംസാരിക്കാതിരിക്കാനും പറ്റുന്നില്ല. കാരണം നിതിനെ അവൾക്ക് എന്തോ ഒരുപാടങ്ങ് ഒരു മാനസിക അടുപ്പം നിതിനോട് തോന്നിയിട്ടുണ്ട്. നോക്കാം, ഇപ്പോൾ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നിതിൻ ചേട്ടൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് തുടരട്ടെ. ഭാവിയിൽ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ട സമയമാകുമ്പോൾ അച്ഛനോടും അമ്മയോടും ഈ ചേട്ടനെ പറ്റി പറയാം. അന്ന് ഈ ചേട്ടൻ വേറെ ഒരു റിലേഷനിലോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിത്തത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാം, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഇനി ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് എൻ്റെ മനസ്സ് പോവില്ല. എൻ്റെ അമ്മയും അച്ഛനുമാണ് എനിക്ക് ഏറ്റവും വലുത്. അവൾ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു, മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി. അതിനുശേഷം ലൈറ്റ് അണച്ചു കിടന്നെങ്കിലും അവളുടെ മനസ്സിൽ വീണ്ടും ആ ചിന്തകൾ തന്നെ വരാൻ തുടങ്ങി. അവൾ പൊട്ടിക്കരഞ്ഞു. ദൈവമേ, എനിക്ക് എന്താ ഇങ്ങനെ, എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകളൊന്നും കൊണ്ടുവരല്ലേ,
ഇനി പഠിക്കാനുള്ള നല്ല ബുദ്ധി തരണേ. അങ്ങനെ അവൾ വീണ്ടും പഴയ രീതിയിൽ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. വീണ്ടും അവളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി ഒരു സംഭവം നടക്കുന്നു. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതാവുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് തലകറക്കം പോലെ വന്നു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അമ്മയ്ക്ക് ഒരു സർജറി ഉടനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സർജറിക്കുള്ള തയ്യാറെടുപ്പൊക്കെയായി. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം സപ്പോർട്ടും അവർക്ക് കരുതലുമായത് നിതിനായിരുന്നു. നിതിന്റെ ആ ഒരു സപ്പോർട്ട് അച്ഛന് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അമ്മയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അതിനെല്ലാം നിതിൻ കാണിച്ച ആ ഒരു സഹായം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ നിതിന് ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം നിതിൻ അച്ഛനോടും അമ്മയോടും ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു. നന്ദനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അച്ഛനും അമ്മയ്ക്കും പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. അവരുടെ മനസ്സിൽ അവർക്ക് എല്ലായ്പ്പോഴും കരുതലും താങ്ങുമായ ആളെ മരുമകനായിട്ട് അവർ മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞിരുന്നു. ജോലി കിട്ടിയിട്ട് വന്ന് ചോദിക്കാമെന്നുള്ള അവന്റെ തീരുമാനത്തെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി മകളുടെ അഭിപ്രായം അറിയണം. മകളോട് ചോദിച്ചപ്പോൾ മകൾക്കും ഇഷ്ടം. പക്ഷേ കല്യാണം 3 വർഷം കഴിഞ്ഞ് മതി. കാരണം അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും എന്തെങ്കിലും ജോലി അതിനിടയ്ക്ക് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. നിതിൻ വീട്ടിൽ വരാറുണ്ട്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കൊടുക്കും. പിന്നെ അവളുടെ കാര്യങ്ങളിലും ഒരു നല്ലൊരു കാവലാളായിട്ടായ അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവൾക്ക് ജോലിയുടെ കാര്യത്തിനായിട്ടുള്ള സഹായത്തിനും ഇവനാണ് എല്ലായിടത്തും ഇന്റർവ്യൂവിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏറെക്കുറെ ഒരു ജോലി സെറ്റായി. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതാവുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് തലകറക്കം പോലെ വന്നു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അമ്മയ്ക്ക് ഒരു സർജറി ഉടനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സർജറിക്കുള്ള തയ്യാറെടുപ്പൊക്കെയായി. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം സപ്പോർട്ടും അവർക്ക് കരുതലുമായത് നിതിനായിരുന്നു. നിതിന്റെ ആ ഒരു സപ്പോർട്ട് അച്ഛന് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അമ്മയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അതിനെല്ലാം നിതിൻ കാണിച്ച ആ ഒരു സഹായം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ നിതിന് ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം നിതിൻ അച്ഛനോടും അമ്മയോടും ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു. നന്ദനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അച്ഛനും അമ്മയ്ക്കും പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. അവരുടെ മനസ്സിൽ അവർക്ക് എല്ലായ്പ്പോഴും കരുതലും താങ്ങുമായ ആളെ മരുമകനായിട്ട് അവർ മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞിരുന്നു. ജോലി കിട്ടിയിട്ട് വന്ന് ചോദിക്കാമെന്നുള്ള അവന്റെ തീരുമാനത്തെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി മകളുടെ അഭിപ്രായം അറിയണം. മകളോട് ചോദിച്ചപ്പോൾ മകൾക്കും ഇഷ്ടം. പക്ഷേ കല്യാണം 3 വർഷം കഴിഞ്ഞ് മതി. കാരണം അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും എന്തെങ്കിലും ജോലി അതിനിടയ്ക്ക് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. നിതിൻ വീട്ടിൽ വരാറുണ്ട്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കൊടുക്കും. പിന്നെ അവളുടെ കാര്യങ്ങളിലും ഒരു നല്ലൊരു കാവലാളായിട്ടായ അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവൾക്ക് ജോലിയുടെ കാര്യത്തിനായിട്ടുള്ള സഹായത്തിനും ഇവനാണ് എല്ലായിടത്തും ഇന്റർവ്യൂവിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏറെക്കുറെ ഒരു ജോലി സെറ്റായി. അങ്ങനെ അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയ്ക്ക് അവരുടെ നിശ്ചയവും കഴിഞ്ഞിരുന്നു. അങ്ങനെ അവളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ പോവുകയാണ്. അവൾക്ക് ജോലി ശരിയായി. അമ്മയും അച്ഛനെയും നോക്കാൻ താനല്ല, തന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിതിനും വരുന്നു. എല്ലാം കൊണ്ടും അവൾക്ക് നല്ലൊരു ജീവിതം തന്നെയായിരുന്നു ദൈവം വിധിച്ചത്. അപ്പോൾ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.